Thank you for joining in this live. ദൈവത്തെ സംബന്ധിക്കുന്ന ചർച്ചകൾ പല സ്ഥലങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. പുരോഗമിക്കുക എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അധോഗമിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ, ഒരവ്യക്തമായ ധാരണയാണ് പലരും വെച്ചു പുലർത്തുന്നത്. ആരോ ഇതിനൊക്കെ മുകളിലുണ്ട്, എന്തോ ഇതിന്റെ മുകളിൽ ഒരു ശക്തിയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. ദൈവത്തെ സംബന്ധിക്കുന്ന കൃത്യമായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ധാരണ ഉള്ളവർ തുലവും കുറവാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഒരു വിമുഖത കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഉദാസീനരായിട്ട് അവർ കാണപ്പെടുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. യേശു കർത്താവ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം കർത്താവ് പറഞ്ഞത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് ജീവൻ, സമൃദ്ധമായ ജീവൻ, നിത്യമായ ജീവൻ, ലൈഫ് ഇറ്റേണൽ, അബണ്ടൻസ് ഓഫ് ലൈഫ്. ജീവന്റെ സമൃദ്ധി ഈ അറിവിലാണ്, ഈ പിതാവും പുത്രനും തമ്മിലുള്ള ഷെയർഡ് ലൈഫിനെ കുറിച്ചുള്ള അറിവ്. പക്ഷെ ഇന്ന് പല ആളുകൾക്കും അത്തരത്തിലുള്ള അറിവില്ല. ജീവിതത്തിന്റെ, ഒരു മനുഷ്യ ജന്മത്തിന്റെ സാഫല്യം, ആ ജീവിതത്തിന്റെ അർത്ഥം, മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിലാണ്. എവിടെയാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിയുന്നത്? ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതിനുള്ള തത്രപ്പാടിലാണ്, പരക്കം പാച്ചില്ല. എല്ലാ മനുഷ്യരും. അത് എത്ര പേർ കണ്ടെത്തുന്നു? ഒരു 100 ബോഗികളുള്ള എക്സ്പ്രസ് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ അകലെ നിന്നിട്ട് ഒരാൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഇയാളുടെ പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും വിലപ്പെട്ട ഒന്ന്, ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് പറഞ്ഞാൽ 1000 കോടി രൂപയുടെ ലോട്ടറി അടിച്ചിട്ടുള്ള സമ്മാനാർഹമായ ടിക്കറ്റ് ഈ 100 ബോഗിയില് ഒരെണ്ണത്തിലുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു ചെറിയ പെട്ടിയുടെ ഒരു അടയാളമുണ്ട്. ഈ ട്രെയിൻ ഈ സ്റ്റേഷനോട് അടുത്തോണ്ടിരിക്കുക. ഒരു മിനിറ്റ് സമയമാണ് ആ സ്റ്റേഷനിൽ നിർത്തുന്നത്. പക്ഷെ ഈ 1 മിനിറ്റിനകം അപ്പൊ ഈ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരുന്നു. ഇത്രയുമാണ് കേൾക്കുന്നത്. കേൾക്കുന്ന ആള് മുഴുവൻ കേൾക്കാതെ ഓടുകയാണ്. കാരണം ഈ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ വന്ന് നിൽക്കുമ്പോഴേക്കും ഈ സ്റ്റേഷനിൽ ചെല്ലണം. ഈ ബോഗികളിലൂടെ കയറി ഇറങ്ങി ഓടി പരിശോധിച്ച് ഇത് കണ്ടെത്താൻ കഴിയുമോ? ഇങ്ങനെ ഓരോരുത്തരും പോവാണ്. ബോഗികൾ മുഴുവൻ കയറി പരിശോധിച്ച്
ഇത് കണ്ടെത്തുവാൻ ആർക്കും കഴിയുന്നില്ല. ഈ ട്രെയിൻ പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്ത് പോവുക. മനുഷ്യ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്, നൈമിഷികം. വില്യം ഷേക്സ്പിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുമിള പോലുള്ള ജീവിതം. ബബിൾ ലൈക്ക് മൊമെന്ററി എന്നാണ് ഷേക്സ്പിയർ വിശേഷിപ്പിച്ചത്. ഈ ബബിൾ ലൈക്ക് മൊമെന്ററി ആയിട്ടുള്ള ഈ ജീവിതത്തില്, അല്ലെങ്കിൽ 1 മിനിറ്റ് മാത്രം ഈ സ്റ്റേഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിലെ എല്ലാ ബോഗികളും കയറി പരിശോധിക്കാൻ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇദ്ദേഹത്തിന് വേണ്ട ഒന്ന് അതിലുണ്ടെന്നാ പറയും. ഈ ട്രെയിൻ ഈ സ്റ്റേഷനിൽ നിർത്തുന്ന ഈ 1 മിനിറ്റ് സമയത്തിനകം ഇത് കണ്ടെത്തണം. ഇൻസ്ട്രക്ഷൻ മുഴുവൻ കേൾക്കുന്നില്ല. ട്രെയിൻ ഇങ്ങനെ പാഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വീണ്ടും ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് മുഴുവൻ കേൾക്കുകയാണ്. അയാൾ ട്രെയിനിന്റെ നേരെ ഓടുന്നില്ല. ഇപ്പൊ പറയുന്ന ആള് പറഞ്ഞു നിർത്തുകയാണ്, ഈ ട്രെയിന് 1 മിനിറ്റ് സമയം ആ സ്റ്റേഷനിൽ നിൽക്കും, ആ സമയമാണ് നിനക്കിത് കണ്ടെത്താൻ പറ്റുന്നത്. പക്ഷെ ഈ 100 ബോഗിയിലും കയറി അന്വേഷിച്ച് ഇറങ്ങി അത് കണ്ടെത്തുക എന്നുള്ളത് തികച്ചും അപ്രായോഗികമാണ്, അസാധ്യമാണ്. അതുകൊണ്ട് ഈ 1 മിനിറ്റ് സമയത്തിനകം അവിടെ ആ പ്ലാറ്റ്ഫോമിൽ, അവിടെ ആ തൂണിന്റെ ചുവട്ടിലിരിക്കുന്ന ആ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ കയ്യിൽ ഈ ടിക്കറ്റ് ഉണ്ട്, നീ അവിടെ ചെന്നാൽ അത് മേടിക്കാം. ഇപ്പൊ ഇദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പമാകുകയാണ്. ഈ 100 ബോഗിയിൽ കയറി ഇറങ്ങിയുള്ള പരിശോധന എന്നതിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് ചുരുങ്ങി കിട്ടുക, എ പേഴ്സൺ. ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമാണ്. ഇയാൾ ഓടുകയാണ്. ഇയാൾ ഓടി ചെന്ന പ്ലാറ്റ്ഫോമിൽ ആ മനുഷ്യന്റെ കയ്യിൽ നിന്നത് വാങ്ങുക. ഇതാണ് വ്യത്യാസം. തത്വചിന്തകൾ, ലോകമതങ്ങൾ, ധാരാളം ബോഗികളിലൂടെ ആളുകൾ അന്വേഷിച്ച് പരതുമ്പോൾ ദൈവത്തിന്റെ നിത്യമായ സമ്മാനം ഒരു വ്യക്തിയാണ്, എ പേഴ്സൺ. എ പേഴ്സൺ. ആ വ്യക്തിയെ കണ്ടെത്തുന്നതാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുമ്പോൾ നിത്യജീവൻ. കാര്യങ്ങളെ നമുക്ക് എളുപ്പമാക്കി തരിക, ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുക. ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം. കുറെ തത്വചിന്തകളോ തത്വസംഹിതകളോ പ്രത്യയശാസ്ത്രങ്ങളോ അവയുടെ നൂലാമാലകളോ ഇതൊന്നുമല്ല. ഇപ്പോൾ കാര്യം വളരെ ലളിതമാണ്, വളരെ സുഗമമാണ്. ആ വ്യക്തിയോട് ഇരിപ്പുണ്ട്, അവിടെ കണ്ടു. പ്രപഞ്ചത്തിന്റെ കാരണം എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ? നമ്മളൊക്കെ ആരാണ്? എന്താണ്? ചോദ്യങ്ങൾ തീരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയെ പരിചയപ്പെടുക, ജീവൻ അല്ലെങ്കിൽ സമൃദ്ധമായ ജീവൻ, ജീവന്റെ അർത്ഥം. ഇപ്പൊ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യവും നമ്മുടെ ജീവിതത്തിന് നിത്യതയും നൽകുന്നത്. സന്തോഷം, സന്തോഷത്തിന്റെ കാരണം, സന്തോഷത്തിന്റെ ഉറവിടം ദൈവത്തിലാണ്. ഒരുപാട് ആളുകൾ സന്തോഷത്തിന് വേണ്ടി അന്വേഷിക്കുന്നു.
പക്ഷെ അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പൊ സന്തോഷം ദൈവത്തിലാണ്, ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആനന്ദ പരിപൂർണത അവിടുത്തെ സന്നിധിയിലാകുന്നു. അപ്പൊ ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ പ്രതിഫലനമാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിൽ. ദൈവം അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ സ്നേഹ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ട്രൂ ഗോസ്പൽ, വേറൊന്നുമല്ല. ബാക്കി നിങ്ങൾ കേൾക്കുന്നൊക്കെ സ്ക്രാപ്പാണ്. ട്രൂ ഗോസ്പൽ, it is an invitation from God the Father extended towards you through his son Jesus Christ. അപ്പൊ ദൈവപിതാവിന്റെ ഒരു ക്ഷണമാണ് തൻ്റെ ആ ജീവനിൽ പങ്കുള്ളവരാകുവാൻ. നിങ്ങളൊരു ട്രെയിൻ യാത്രയിലാണ്, അപ്പോൾ തൊട്ടപ്പുറത്തൊരു ഫാമിലി ഇരിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണ സമയമായപ്പോൾ അവരിങ്ങനെ പൊതി അഴിക്കുക. ഫാമിലി ഒരുമിച്ച് ആ പൊതി തുറന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇൻവിറ്റേഷൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ നിത്യമായ ജീവന്റെ കൂട്ടായ്മയിലേക്ക്, ദ ലൈഫ് ഫെലോഷിപ്പിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്, ഇൻക്ലൂഡ് ചെയ്യുവാൻ. ഈ ട്രിനിറ്റേറിയൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ട്രിനിറ്റിയുടെ ഈ ലൈഫ് ഷെയർഡ് ലൈഫാണ്. അത് ദുഃഖം കൊണ്ടും വിസമ്മതം കൊണ്ടും ഷെയർ ചെയ്യുകയല്ല, അല്ലെ? സാധാരണ നമ്മളെയൊക്കെ സംബന്ധിച്ച് മനുഷ്യരിപ്പം കൊച്ചു പിള്ളേരുള്ളിടത്ത് ഒരു പാക്കറ്റ് മുട്ടായി കൊടുത്തിട്ട് മറ്റേ പിള്ളേർക്കൂടെ ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് മുട്ടായി കൊടുക്കുക, അവ കൊച്ചിന് ഭയങ്കര സന്തോഷമാവും. അടുത്തായിട്ട് പറയാം, മോനെ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ കൊച്ചിന്റെ മോഹം പാടും. കാരണം ഇത് കിട്ടുന്നതിൽ സന്തോഷമുണ്ട്, പക്ഷെ ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമില്ല. പിന്നെ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാ? വൈമനസ്യത്തോടെയാണ്, നിർബന്ധത്താലാണ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ ഷെയർഡ് ലൈഫ് നിത്യസ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നുമാണ്. ജോയ് ആൻഡ് ലവ്. ആ കൂട്ടായ്മയിലേക്ക് അവര് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻവൈറ്റ് ചെയ്യുക. അതിഭയങ്കര സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ റീസൺ. ക്രിയേറ്റഡ് യൂണിവേഴ്സ്, സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കുമ്പോൾ, അപ്പൊ ആ സ്നേഹത്തിന്റെ ആ വലിയ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാണ്. ഇൻക്ലൂഷൻ. ഇത് മനസ്സിലാക്കിയ പിതാക്കന്മാര് എഴുതി വെച്ചു. നിക്കാ വിശ്വാസ പ്രമാണം തുടങ്ങുമ്പോ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു ക്രീഡൽ സ്റ്റേറ്റ്മെന്റ് എന്നതിനേക്കാൾ ഉപരിയായി ഇതൊരു നിത്യമായ മഹാപ്രണയ കാവ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ നിത്യസ്നേഹത്തിന്റെ ആ വലിയ ക്ഷണക്കത്തിനോടുള്ള ഒരു മാനുഷിക പ്രതികരണം നമ്മൾ മനസ്സിലാക്കുകയാണ്. സർവശക്തിയുള്ള ദൈവമായി ആകാശത്തിലും ഭൂമിയിലുമുള്ള കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല, മറിച്ച് സർവശക്തിയുള്ള
സർവശക്തിയുള്ള പിതാവായി സ്നേഹം കവിഞ്ഞൊഴുകുകയാണ്. അപ്പം ആ സ്നേഹത്തിന്റെ ഒരു തിരത്തള്ളൽ, അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, അപ്പൊ പിതൃഹൃദയത്തിൽ നിന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ നിത്യസ്നേഹ നടനത്തിൽ നിന്നുള്ള ഒരു കവിഞ്ഞൊഴുക്കാണ്. ആ കവിഞ്ഞൊഴുക്കിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അപ്പൊ ഈ പ്രകൃതിയിൽ കാണുന്ന ഓരോ ജീവന്റെ ചലനങ്ങളും, ഓരോ ഈ ചൈതന്യം മുഴുവൻ ആ പരമമായ സ്നേഹത്തിന്റെ നിത്യമായ നടനത്തിന്റെ ആ പ്രതിഭയാണ് നമ്മളിവിടെ കാണുന്നത്. അത് പ്രതിഫലിക്കുകയാണ്. ആ ത്രിയേക ദൈവത്തിന്റെ ആ സർഗശേഷിയുടെ പ്രതിഫലനമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. ഷെയർഡ് ലൈഫാണ്, പങ്കുവയ്ക്കപ്പെടുകയാണ്. അപ്പൊ ആ പങ്കുവയ്ക്കപ്പെടുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ബന്ധത്തിലേക്ക്, ആ സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻക്ലൂഷൻ. ഇതേക്കുറിച്ച് വ്യക്തമായ ദർശനവും വെളിപ്പാടും, ഈ ദൈവസ്നേഹത്തിന്റെ ഒരു വെളിപ്പാട്, റെവലേഷൻ ഓഫ് ദിസ് ഗ്രേറ്റ് ഡിവൈൻ ലവ്. നമ്മൾ പലപ്പോഴും ഈ ദൈവസങ്കല്പം എന്ന് പറയുമ്പോൾ പല ആളുകളുടെ ദൈവസങ്കല്പത്തിൽ അവർ ദൈവത്തെ പറ്റി മനസ്സിലാക്കുന്നത് ഡിവൈൻ ബോർഡം, അല്ലെങ്കിൽ ഒരു സ്വർഗീയ വിരസത. സ്വർഗത്തിലെ ഒരു വിരസതയാണ്. ലോൺലിനെസ്, ഏകാന്തത. ദൈവം ഏകനാണല്ലോ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകാന്തന. അപ്പൊ ഏകാന്തതയിൽ നിന്നുള്ളതാണ് വിരസത. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കുറെ സമയം ഇരിക്കും. ആദ്യമൊക്കെ ഒരു രസമായിരിക്കും, കുറച്ച് സമയം. കുറെ കഴിയുമ്പോൾ ഏകാന്തത നിങ്ങളെ അലട്ടും, നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടും. വിരസതയുടെ പാരമ്യത്തിൽ വരുമ്പോൾ വിഷാദം ഉണ്ടാവും, വിഷാദം. അപ്പൊ ഏകാന്തതയിൽ നിന്നും വിരസതയിൽ നിന്നും വിഷാദത്തിൽ നിന്നും പ്രപഞ്ചം ഉത്ഭവിച്ചു എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും അണ്ടർസ്റ്റാൻഡിങ്. പ്രപഞ്ചോൽപത്തി. ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ ആദി കാരണം ദൈവത്തിന്റെ ഏകാന്തതയും വിരസതയും വിഷാദവുമാണ് എന്ന് പലരും മനസ്സിലാക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റാണ്. അപ്പൊ നമ്മൾ ട്രിനിറ്റേറിയൻസ് മനസ്സിലാക്കുന്നത് ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് ജോയ്, സ്നേഹത്തിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന്, ആ ഷെയർഡ് ലൈഫിൽ, ആ തിരത്തള്ളലിൽ, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം രൂപപ്പെടുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം, ദൈവത്തിന്റെ സർഗശേഷിയുടെ പ്രതിഫലനം, ദൈവത്തിന്റെ ആ ജീവന്റെ പ്രതിഫലനം നമ്മൾ കാണുന്നു ചുറ്റും. നമ്മളിൽ കാണുന്നു, മറ്റുള്ളവർ കാണുന്നു, ഈ പ്രകൃതിയിൽ കാണുന്നു. എവിടെയാണ് കാണുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ ജീവന്റെ, ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ പ്രതിഫലനം കാണുന്നു. ട്രിനിറ്ററി ലൈഫിന്റെ റിഫ്ലക്ഷൻ ഈ ക്രിയേഷനിൽ നമ്മൾ കാണും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശ്വാസ പ്രമാണം തുടങ്ങുമ്പോൾ നമ്മൾ ചാൻഡ് ചെയ്യാണ് സർവശക്തിയുള്ള പിതാവായി. മരിക്കുമ്പോ ഒക്കെ ചൊല്ലിക്കൊടുക്കുന്ന ഈ വിശ്വാസ പ്രമാണം നിങ്ങൾ അങ്ങനെയാണ്. മരണാസന്നനായ ഒരു വ്യക്തി സുറിയാനി പാരമ്പര്യം അനുസരിച്ച് മരിക്കാൻ കിടക്കുമ്പോ മരണത്തിന് തൊട്ടുമുമ്പ് ചൊല്ലിക്കൊടുക്കുന്ന ഇതാണ്, വിശ്വാസ പ്രമാണമാണ്. അത് ഒരു അമൃതധാരയാണ്, ജീവന്റെ സൂക്തമാണ്, വലിയ പ്രത്യാശയാണ്. ലോകത്തിലെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രണയ കാവ്യമാണ്. നമ്മൾ നിക്കാ വിശ്വാസ പ്രമാണം നമ്മൾ കേവലം ഒരു ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ് അല്ല. നമ്മൾ ഇത് ഒരു ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താ ഒരു തത്വചിന്താപരമായ അല്ലെങ്കിൽ
ദൈവശാസ്ത്രപരമായ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും ഉൾത്തരിപ്പോടെ ഉരുവിടേണ്ട വരികളാണ്. മനസ്സിലായി? ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയാൽ, അല്ലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കൂദാശയിലൊക്കെ പങ്കെടുത്താൽ, എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയം ലീപ്പ് വിത്ത് ജോയ്, നമ്മുടെ ഹൃദയ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടി വരുന്ന ഏതാണ് വിശ്വാസ പ്രമാണം വരുമ്പോഴാണ്. നിങ്ങളിപ്പോ നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നവര്, ആ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗം വരുമ്പം നിങ്ങളുടെ ഹൃദയം ഏറ്റവും അധികം എന്ത് ചെയ്യണം? സന്തോഷം കൊണ്ട് നിറയണം. കാരണം നമ്മൾ അക്നോളജ് ചെയ്യാണ്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ആ നിത്യജീവന്റെ വലിയ സമ്മാനത്തെ, ആ വലിയ ആ നിക്ഷേപത്തെ, ആ നിത്യജീവൻ എന്ന വലിയ ദൈവീക ദാനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങുകയാണ്. നിത്യജീവനെ ആ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങുകയാണ്. അതാണ് ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നത്. നമ്മൾ പറയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു പറയാണ്, ഈ പിതാവിനെയും പുത്രനെയും അവരുടെ ഷെയർഡ് ലൈഫ്, അവരുടെ ആ സ്നേഹ കൂട്ടായ്മ, അവരുടെ പങ്കുവയ്ക്കൽ, അവരുടെ ജീവൻ, അവരുടെ ജീവിതം, അവരുടെ ബന്ധം, ഇതിനെ ഗ്രഹിക്കുന്നതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുക. യെസ്, വി ബിലീവ്. ഞങ്ങൾ ആ സ്വർഗീയ പിതാവിൽ വിശ്വസിക്കുന്നു. അപ്പൊ ആ പൈതൃകമായ ആ പിതൃ നിർവിശേഷമായ ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഈ സൃഷ്ടപ്രപഞ്ചം എന്ന്, ഇതിലുള്ള ദൃശ്യവും അദൃശ്യവുമായ ഒരു ധൂളി പോലും സകലതും. അപ്പൊ എനിക്ക് ചുറ്റും ഞാൻ ജീവനെ കാണുന്നു, ജീവിതത്തെ കാണുന്നു, പ്രകൃതിയെ കാണുന്നു, പക്ഷികളെ കാണുന്നു, മൃഗങ്ങളെ കാണുന്നു, വൃക്ഷങ്ങളെ കാണുന്നു, താഴ്വരകളെ കാണുന്നു, മലകളെ കാണുന്നു, പുഴകളെ കാണുന്നു, പുഷ്പങ്ങളെ കാണുന്നു, ഈ സൗന്ദര്യത്തെ ഞാൻ കാണുന്നു. യെസ്, മാജിക് ബ്യൂട്ടി ഞാൻ എനിക്ക് ചുറ്റും കാണുന്നു, ഈ പ്രകൃതിയെ കാണുന്നു. പക്ഷെ ഇത് മുഴുവൻ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ പിതാവ് it's a reflection of our father. അപ്പൊ ഇതേക്കുറിച്ചുള്ള റെവലേഷൻ പൗലോസ്ലീഹായ്ക്ക് കിട്ടിയപ്പോ, ഈ ദർശനവും ഈ വെളിപ്പാടും പൗലോസ്ലീഹായ്ക്ക് കിട്ടിയപ്പോ, ഏത് ദർശനവും ഏത് വെളിപ്പാടുമാണ്? ഈ ശിവപീഡിയക്കലിന് കിട്ടിയിരിക്കുന്ന ദർശനവും വെളിപ്പാടും പൗലോസ്ലീഹായ്ക്ക് കിട്ടിയപ്പോ, അങ്ങനെ നിങ്ങൾ മണ്ടത്തരം ഞാനതല്ല പറയുന്നത്. അവർക്കാണ് ഈ വെളിപ്പാടും ദർശനവും കിട്ടിയത്. നമ്മൾ അവരിൽ നിന്ന് പകർന്നു കിട്ടിയവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പരിശുദ്ധനായ പൗലോസ്ലീഹ എന്ന് ഏറ്റവും സ്നേഹവായ്പോടെ പറയുന്നത്. മനസ്സിലായോ? പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച ഇത് തുടർന്ന് നമുക്കത് നമ്മുടെ അത്തനേഷ്യസ് പിതാവ് അതിനെ എന്ത് ചെയ്തു? നമുക്ക് വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചു തന്നു. ഐറേനിയസ് അവരുടെ റൈറ്റിങ്സിലൂടെ പോകുമ്പോൾ നമ്മൾ അവരെത്രത്തോളം ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഇതിന്റെ ഇങ്ങേ തലക്കൽ നിന്നിട്ട് പറയുകയാണ്, ഈ ദർശനവും ഈ വെളിപ്പാടും അവർക്ക് കിട്ടിയപ്പോൾ, ഞാൻ വീണ്ടും പറയും, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് കിട്ടുക അവർക്ക് കിട്ടുന്നല്ല, അവർക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു പറയുന്നതേ ഉള്ളൂ. അപ്പൊ അവർക്ക് കിട്ടിയ പൗലോസ്ലീഹായ്ക്ക് ഈ ദർശനവും വെളിപ്പാടും കിട്ടിയപ്പോൾ പൗലോസ്ലീഹ ഉപയോഗിച്ച ഒരു പ്രയോഗം എന്താണെന്നറിയാവോ? അഡോപ്ഷൻ. ആ വാക്ക് എന്താണ്? ആ വാക്ക് പൗലോസ്ലീഹ ഈ ദർശനവും ഈ വെളിപ്പാടും കിട്ടിയപ്പോ അദ്ദേഹം ഉപയോഗിച്ച ആ വാക്ക് അഡോപ്ഷൻ എന്ന വാക്കാണ്. ദത്തെടുക്കൽ. We are adopted children of God. Inclusion. എന്തൊരു വെളിപ്പാടത്! We are included. We are connected. Now we are joined together. ഇപ്പോൾ നമ്മൾ എന്തായി തീർന്നിരിക്കുകയാണ്?
ആ സ്വർഗീയ സ്നേഹത്തിന്റെ പങ്കുവെക്കലിൽ, ആ പങ്കുവെക്കലിന്റെ കൂട്ടായ്മയിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്ക് അവിടെ ഒരു സ്ഥാനം. വലിയ സദ്യ വിളമ്പുവാണ്, മനസ്സിലായി? ഇപ്പൊ നമ്മളിപ്പം ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ഇനി തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു മദ്യക്കുപ്പി പൊട്ടിക്കാണ്. അപ്പൊ ഒരു 3 പേര് നിന്ന് കള്ളു കുടിക്കാൻ പോവാം. അപ്പൊ നിങ്ങൾ അവിടെ പോയി ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ 4ാമത് ഒരു ഗ്ലാസ് കൂടി അവിടെ എടുത്തു വെച്ചു ഉണ്ടോ? അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്നവന് ഭയങ്കര സന്തോഷമായി. കാരണം ഈ 4ാമത് വെച്ച ഗ്ലാസിന്റെ 4ാമത് വെച്ച് ഇവരും കിട്ടും ഷെയർ. ഞാൻ പറഞ്ഞ ഉദാഹരണം ചീപ്പാന്ന് എനിക്കറിയാം, കാരണം നിങ്ങളുടെ തലയ്ക്കകത്ത് കയറാൻ ഈ ഉദാഹരണം പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ഒരു പൊസിഷൻ, യു ആർ ഇൻവൈറ്റഡ് ആൻഡ് യു ആർ ഇൻക്ലൂഡഡ്. ദിസ് ഈസ് ഗോസ്പൽ, ഓൾ ഹ്യൂമാനിറ്റി. അപ്പൊ ഫിലാന്ത്രോപ്പി എന്ന വാക്കാണ് അവിടെ. എന്താണ് ഈ ഫിലാന്ത്രോപ്പി? ഫിലയോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം സ്നേഹം എന്ന, അല്ലേ? ആന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മനുഷ്യ സ്നേഹം. ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹം, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം. ഫിലാന്ത്രോപ്പിയാണ്. ഈ വാക്ക് നമ്മുടെ വിശുദ്ധ കുർബാനയിലുണ്ട്. പല പ്രാവശ്യം നിങ്ങൾക്ക് കാണും. നിങ്ങൾ വിശുദ്ധ കുർബാന സെതറായൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ മനുഷ്യവർഗത്തോടുള്ള ആ അനന്തമായ സ്നേഹം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ കുർബാനയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മനുഷ്യവർഗത്തോടുള്ള സ്നേഹം. അത് എവിടെയാ തുടങ്ങുന്നേ? ക്രിയേഷൻ മുതൽ. സർവശക്തിയുള്ള പിതാവ്, അപ്പൊ ഈ പിതാവ് ഇത് സൃഷ്ടിക്കുന്നത് ഔട്ട് ഓഫ് ഹിസ് ലവ്, സ്നേഹത്തിൽ നിന്ന്. അപ്പൊ നമ്മൾ എത്ര വികലമായിട്ടാണ് ഈ ദൈവത്തെ മനസ്സിലാക്കുന്നത്, എത്ര വികലമായിട്ടാണ് ദൈവശാസ്ത്രം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഓരോ ചർച്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിലേക്ക് നിരാശ വരാറുണ്ട്. ഇന്ന് കുറച്ച് മുമ്പേ ഞാൻ കണ്ട നിത്യനരകത്തെ പറ്റിയൊക്കെ ഇരുന്ന് ആളുകൾ ചർച്ച ചെയ്ത് ഒരു തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ശരിക്കും ഈ ട്രിനിറ്റേറിയൻ തിയോളജി മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇതാരാണ് എന്തിനാണ് നരകം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് വികലമായ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ്. നിങ്ങൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന ആളുകൾ ശരിക്കും എന്താണ് ട്രിനിറ്റി എന്ന് മനസ്സിലാക്കുക. ട്രിനിറ്റി എന്താണ്, ട്രിനിറ്റേറിയൻ ലവ് എന്താണെന്ന് മനസ്സിലാക്കുന്നതോടെ എല്ലാ പ്രോബ്ലം സോൾവ് ആയി. അപ്പം ഈ ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യവർഗത്തിന് നീട്ടപ്പെട്ട ഒരു ക്ഷണക്കത്ത്. എന്താണ് ആ ക്ഷണക്കത്ത്? അവരുടെ ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുക, ആ ട്രിനിറ്റേറിയൻ ലൈഫിലേക്ക്, ആ ട്രിനിറ്റേറിയൻ നടനത്തിലേക്ക്. ഇപ്പം 3 പേര് കൈകോർത്ത് പിടിച്ചിങ്ങനെ നൃത്തം ചെയ്യുക വട്ടത്തില്. നിങ്ങളിപ്പോ അവിടെ ആ ഗ്രൗണ്ടിന്റെ ഒരറ്റത്ത് പോയി നിൽക്കുക, ഈ നൃത്തം കണ്ടുകൊണ്ട് നിൽക്കുക. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ നൃത്തം കണ്ടപ്പോൾ. നിങ്ങൾ തികച്ചും അപരിചിതനാണ്, അല്ലെങ്കിൽ അവിടെ ക്ഷണിക്കപ്പെടാത്ത വ്യക്തിയാണ്. അവർ തമ്മിൽ റിലേഷൻ ഉണ്ട്, അവരിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പേരും കൈകോർത്ത് പിടിച്ച് ചുവട് വെച്ച് നല്ല മ്യൂസിക്കിൽ നൃത്തം ചെയ്യുക. നിങ്ങൾക്ക് ആ നൃത്തത്തിൽ പങ്കാളിയാകണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ഔചിത്യം നിങ്ങളെ തടയുകയാണ്. നിങ്ങൾ എങ്ങനെ ചെല്ലുന്നുണ്ട്? നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നവര് 2 പേര് കൈ വിടുകയാണ്. കോർത്തു പിടിച്ചിരിക്കുന്ന കൈ വിട്ടു. ഇപ്പം ആ സർക്കിള് ബ്രേക്കാ. അവർ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ആ സർക്കിള് ബ്രേക്കായി. ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ നൃത്തം നിൽക്കുന്നില്ല. ആ നൃത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 2 പേരിങ്ങനെ കോർത്തു പിടിച്ചിരിക്കുന്ന കൈ വിട്ട് ആ കൈകൾ നിങ്ങളുടെ നേരെ നീട്ടപ്പെടുക. അപ്പൊ നിങ്ങളുടെ നേരെ 2 കൈകൾ നീട്ടപ്പെടുക.
ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ. നിങ്ങൾക്ക് ഓടിച്ചല്ല, അവിടെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് കൈകളെയും മുറുക്കെ പിടിക്കാം. അപ്പൊ നിങ്ങളിപ്പോ എവിടെയായി? നിങ്ങൾ ആ നൃത്തം ചെയ്യുന്ന വലയത്തിൽ ഉൾപ്പെട്ടു. നിങ്ങൾ ആ നൃത്തത്തിന്റെ പങ്കാളിത്തം നിങ്ങൾക്കുണ്ടായി. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നുള്ള ആ നിത്യ നടനത്തിന് ഇടയ്ക്ക് ഇതാ മനുഷ്യവർഗത്തിന്റെ നേരെ ഈ പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും കൈകൾ നീണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് പുത്രനും പരിശുദ്ധാത്മാവും മനുഷ്യവർഗത്തോട് ഇന്ററാക്ട് ചെയ്യുക, കൈനീട്ടി വിളിക്കുക, നിങ്ങളെ ക്ഷണിക്കുക. ഈ തിയോളജിയുടെ എന്നാ അതിന് പറയുന്നേ, ഞാനൊരു സാധാരണ വേർഷൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്, മനസ്സിലാകാൻ വേണ്ടി. ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, അത് ഈ വാട്സാപ്പിലൂടെ ഒക്കെ. അപ്പൊ അതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് ഇത് പറയുന്നത്. ഓരോരുത്തർക്കും ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടായത്. പലരും ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് പുത്രനും പരിശുദ്ധാത്മാവ് മാത്രം ഇങ്ങനെ വന്നത്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ, ഇതാ ഈ കൈകൾ വിടർത്തി നിങ്ങളെ വിളിക്കുക ആ ഷെയർഡ് ലൈഫിലേക്ക്, ആ നിത്യ നടനത്തിലേക്ക്. ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ഊഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. കൊല്ലുന്ന നഞ്ച് എന്ന് പറഞ്ഞ വിഷമാണ്. ഇപ്പൊ കൊല്ലുന്ന നഞ്ചായ ഈ വെള്ളിക്കും പൊന്നിനും, അതായത് ഈ ലോകത്തിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള പരക്കം പാച്ചിലാണ് മനുഷ്യർ. അതെവിടെയാന്നാണ് ഈ പാടുന്നത്? ഇത് ട്രിനിറ്റേറിയൻ ലൈഫിലാണ്. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ, ആ ഫെലോഷിപ്പിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ധന്യത, നമ്മുടെ ജീവിതത്തിന്റെ ശുഭത, നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യം, നമ്മുടെ ജീവന്റെ സായുജ്യം. ഇത് മുഴുവൻ ഈ ട്രിനിറ്റേറിയൻ ലൈഫിലാണ്. ഇതാണ് ട്രിനിറ്റേറിയൻ തിയോളജിയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ആസ്പെക്ട്. എന്തുകൊണ്ട് ട്രിനിറ്റി എന്ന് ചോദിച്ചാൽ, ഈ ട്രിനിറ്റി അല്ല നമുക്കൊരു ഉത്തരവില്ല. ചില ആളുകൾ ഇരുന്ന് ട്രിനിറ്റിക്കെതിരായിട്ടൊക്കെ പറയുന്നത് എനിക്കാണ് ചിരിയ. കാരണം ഇതാണ് നമ്മളെ ദൈവം നമുക്ക് വേണ്ടി തരുന്ന ഇതാണ്. തന്റെ ആ ജീവനിൽ പങ്കാളികളാക്കുകയാണ് നമ്മളെ. ഈ ഇവരുടെയൊക്കെ ഈ പറഞ്ഞ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ആരുടെ പേരൊന്നും പറഞ്ഞില്ല, അവരൊക്കെ പറയുന്ന ആ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങ് മുകളിൽ എങ്ങാണ്ട് ഒരു ആകാശ ഭീകരൻ, അവരുടെ സംബന്ധിച്ച് അവരുടെ ദൈവം ഒരു ആകാശ ഭീകരൻ,
എന്നൊക്കെ വേണേൽ പറയാം. അല്ലെ ഒരു കോസ്മിക് മോൺസ്റ്റർ, അല്ലേ? ഒരു കോസ്മിക് മോൺസ്റ്റർ അവിടെ എവിടെയോ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യാന്ന്, പുള്ളി സൂക്ഷ്മമായിട്ട് അദ്ദേഹം കൽപ്പിക്കുന്ന ഈ ചെറിയ കൽപ്പനകളൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാ സ്ഥലത്തും ഇങ്ങനെ CCTV ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. യു ആർ അണ്ടർ സർവലൻസ്, വി ആർ ട്രാപ്ഡ്, നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കോസ്മിക് ബുക്ക് കീപ്പർ, ബുക്ക് കീപ്പിംഗ്, എല്ലാ പുസ്തകങ്ങളെല്ലാം ഇതെല്ലാം രേഖപ്പെടുത്തി നിങ്ങളെ പിടിച്ചിങ്ങനെ അവസാനം കരിക്കാനും നിങ്ങളെ മുറിക്കാനും വറക്കാനും ഒക്കെ ആയിട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം, മതങ്ങൾ കൊണ്ടുവരുന്ന സങ്കല്പം. ലോകത്തെല്ലാ മതങ്ങളിലും അത്തരത്തിലുള്ള സങ്കല്പമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ദൈവിക സങ്കല്പങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ യഹൂദന്റെ മതസങ്കല്പവും വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. അവന്റെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, കർമ്മങ്ങള്, ക്രിയകള്, പൂജകള്, വിധികള്, ഇവയിൽ നിന്നെല്ലാം അതിനെ മുഴുവൻ എന്ത് ചെയ്യാണ്, അടിമുടി ഉലച്ച് കർത്താവ് എന്ത് ചെയ്യാണ്, അവരെ രക്ഷിക്കാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അപ്പൊ മതചിന്തകളിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുള്ള അഭിഷേകം തൻ്റെ മേലുണ്ട്. ദൈവമായ കർത്താവിന്റെ അഭിഷേകം എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുകയാണ്, പീഡിതരെ ഞാൻ വിടുവിക്കുകയാണ്, സിയോനിലെ വിഷണ്ട മാനസർക്ക് സ്തുതി എന്ന മേലാടയെ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ദുഃഖത്തിന് പകരം സന്തോഷം, അലച്ചിലിന് പകരം ആനന്ദം, ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് ആൻ അനോയിന്റിങ്, അഭിഷിക്തൻ ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു എന്നാ പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് എന്താ ചെയ്തേ, ആ ഒരു തലമുറയിൽ, ആ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുകയാണ്. അപ്പൊ സ്വാതന്ത്ര്യം അവിടെ കൊണ്ട് പരിമിതപ്പെടുന്നില്ല, ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ എല്ലാ തലമുറകളിലും ക്രിസ്തു ആവശ്യമാണ്, എല്ലാ തലമുറകളിലും ക്രിസ്തുക്കൾ ആവശ്യമാണ്, ക്രിസ്തു മാത്രം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളിൽ ഒരു ക്രിസ്തു ഉരുവാകണം. നിങ്ങളിൽ ഒരു ക്രിസ്തു ഉരുവാണ്. എന്ത് ക്രിസ്തുവാണ് നിങ്ങളിൽ ഉരുവാകേണ്ടത്? നിങ്ങളിൽ ക്രിസ്തു ഉണ്ട്, പക്ഷെ ആ ക്രിസ്തു എന്താണ്, ചെറിയൊരു ക്രിസ്തുവാണ്, നിങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ആ ക്രിസ്തു നിങ്ങളിൽ എന്ത് ചെയ്യണം, ഉരുവായി രൂപപ്പെടണം. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്, ക്രിസ്തു പിന്നെയും നിങ്ങളിൽ ഉരുവാകുന്നത് വരെ പ്രസവ വേദന അനുഭവിക്കുന്നു, ട്രാവയിൽ. പൗലോസ് പറയുകയാണ്, കാരണം നിങ്ങളുടെ ഈ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്കും പ്രപഞ്ചമോഹങ്ങൾക്കും നിങ്ങൾ അധീനരായിരിക്കുന്നിടത്തോളം ഈ സുവിശേഷം നിങ്ങൾക്ക് മറഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പലിനെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ പരിചിത വലയങ്ങളിൽ, നിങ്ങൾ സ്പർശിക്കുന്ന മേഖലകളിൽ നിങ്ങൾ ഈ ഗ്ലോറിയസ് ഗോസ്പലിനെ റിവീൽ ചെയ്യുമ്പോൾ നിങ്ങളാണ് ക്രിസ്തു. ഇനിയിപ്പോ യേശു ക്രിസ്തു വന്നിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, ഇത് യേശു ക്രിസ്തു അവിടെ എന്ത് ചെയ്തു, അതിനെ റിഫ്ലക്ട് ചെയ്തു, അവിടെ റിലീസ് ചെയ്തു, അവരെ ഡെലിവർ ചെയ്തു. അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഈ മതാന്ധതയുണ്ട്. ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റായ ബോധ്യങ്ങളിൽ ആളുകൾ അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ അടിമപ്പെടലുകളിൽ നിന്ന്, ആ അടിമനുഖങ്ങളെ തകർക്കുവാൻ, അവരെ സ്വതന്ത്രരാക്കുവാൻ നിങ്ങളിൽ ക്രിസ്തു ഉരുവാകണം. ഇപ്പൊ ഈ ട്രിനിറ്ററി ലൈഫ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ട്രിനിറ്ററി ലൈഫിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. അപ്പൊ അതിനെ കേവലമായ അറിവുകൾ കൊണ്ടൊന്നും ആർക്കും വന്ന് കണ്ണിക്കാനൊന്നും പറ്റില്ല. കാരണം അത്ര ശക്തമായ ആ ട്രിനിറ്ററി ലൈഫിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ലൈഫ് ഷെയർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ മുഴുവൻ മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒന്നും പിടികിട്ടുന്നു. ഓക്കെ, നിങ്ങളെ ആശീർവാദം പറയുന്ന സമയത്ത്, ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ വേറൊരു ദിവസം കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ആശീർവാദം പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്നത് തന്നെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും കണ്ടോ.
ഇത്രയും ഇത്രയും മനോഹരമായ ഒരു 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 മിനിറ്റ് ഉണ്ടോ? ഒരു നിമിഷം. ചില ആളുകളൊന്നും ആശീർവാദത്തിന് നിൽക്കത്തില്ല, പെട്ടെന്ന് പോവും, തിരക്കാണ്. ആശീർവാദത്തിന് നിൽക്കണം. ആശീർവാദം കഴിഞ്ഞിട്ട് ആശീർവാദമാണ് ഏറ്റവും, കാരണം അവിടെ പറയുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു തമ്പുരാന്റെ കൃപ, അല്ലെ, ആ കൃപ, പരിശുദ്ധ റൂഹായുടെ ആ സ്വീറ്റ് ആൻഡ് ഹോളി ഫെലോഷിപ്പ്, വിശുദ്ധവും മാധുര്യമേറിയതുമായ ആ കൂട്ടായ്മയിലേക്ക്, അത് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ആ മനസ്സിലേക്ക് ആ മൈൻഡ് പിക്ചർ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഞാൻ മുമ്പേ പറഞ്ഞുണ്ടല്ലോ, ആ നൃത്തം ചെയ്യുന്ന ആ കരവലയത്തിനകത്താണ് ഇപ്പോൾ നിങ്ങൾ. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഈ 3 വ്യക്തികൾ ആ നൃത്തം ചെയ്യുമ്പോൾ ഇപ്പൊ 3 അല്ല, ഇപ്പൊ 4ആണ്. 4ാമത് നിങ്ങൾ അതിനകത്തുണ്ട്. ഇതാണ് ഈ ബെനഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ആശീർവാദം പറയുമ്പോ അതിന്റെ, അല്ലാതെ നമ്മൾ ഭിക്ഷക്കാരെ പോലെ, ഇപ്പൊ ഈ മതങ്ങൾ മനുഷ്യരെ പിച്ചക്കാരാക്കുകയാണ്. മതങ്ങൾ, ദൈവം അങ്ങ് മുകളിലെങ്ങാണ്ടിരിക്കുന്നുണ്ട്, അവിടുന്ന് പിന്നെ ഇടനിലക്കാരനായിട്ട് ഇവിടെ കുറെ പേര് എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഭിക്ഷ മേടിച്ചു കൊടുക്കും. കുറെ പിച്ചക്കാരിങ്ങനെ വന്ന് വെച്ച് ഇങ്ങനെ, നോ, ഇതാ നല്ലത്, ഇത് റിലേഷൻഷിപ്പാണ്. അപ്പൊ നമ്മൾ വി വർഷിപ്പ് ട്രിനിറ്റി. ഇപ്പൊ ത്രിയേകാമേകത്രയ ഏകദൈവമേ നിനക്ക് സ്തുതി. അപ്പൊ ആ ട്രിനിറ്റേറിയൻ വർഷിപ്പിലേക്ക് വരുമ്പോൾ വി ആർ ഇൻക്ലൂഡഡ്, നമ്മൾ അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇനി എന്തല്ല, അന്യന്മാരല്ല. ഇതെല്ലാം പൗലോസ്ലീഹയ്ക്കാണ് ഈ വെളിപ്പാടെല്ലാം കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പൗലോസ്ലീഹയായിട്ട് ഭയങ്കര പിണക്കമാ, വെറുപ്പുവാ. പൗലോസ്ലീഹ ശരിയല്ലെന്നാ പറയുന്നത്. ശരിയാ, കാരണം പൗലോസ്ലീഹയെ മാറ്റി നിർത്തി ഈ വെളിപ്പാടില്ലല്ലോ. ഈ ട്രിനിറ്റേറിയൻ റെവലേഷൻ മുഴുവൻ പൗലോസ്ലീഹയ്ക്കല്ലേ കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പാർട്ടായി മാറുകയാണ്. നമ്മൾ ഇനി എന്തല്ല, വി ആർ നോ ലോങ്ങർ ഏലിയൻസ്. ഏലിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ എംഎവറീസ് ഒക്കെ പറയുന്ന മുകളിൽ അന്യഗ്രഹ ജീവി എന്നുള്ളതല്ല, അന്യർ. ഏലിയൻ എന്ന് പറഞ്ഞാൽ അന്യർ എന്നേ അർത്ഥവും. വി ആർ നോ ലോങ്ങർ ഏലിയൻസ്. നമ്മൾ ഏലിയൻസ് അല്ല, നമ്മൾ ഏലിയൻസ് ആയിരുന്നു. മനസ്സിലായി? ആർക്കാണ്? ദൈവിക കൂട്ടായ്മയെ സംബന്ധിച്ച് നമ്മൾ ഏലിയൻസ് ആയിരുന്നു, പക്ഷെ നോ ലോങ്ങർ ഏലിയൻസ്. ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ വലിയ ഭൂമ നിറച്ച കേട്ടു ഹ്യൂസ്റ്റൺ. ഇപ്പൊ എന്നാന്ന് അറിയത്തില്ല, ഇപ്പൊ ഇന്റർനെറ്റ് നോക്കണം രാത്രിയിൽ. അടുത്തൊക്കെ എല്ലാവരും കേട്ടു വലിയൊരു ശബ്ദം. അപ്പൊ ഞാനിങ്ങനെ ക്ലബ് ഹൗസിൽ പറഞ്ഞിങ്ങനെ ശബ്ദം കേട്ടപ്പോ കുറെ പേര് പറഞ്ഞ് ഏലിയൻഷിപ്പ് വന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്തു. അപ്പൊ ഇനി ഏലിയൻസ് വരികയെന്ന് തന്നെ വെക്കുക, അന്യഗ്രഹ ജീവി. അപ്പൊ അവർ നമ്മളെ സംബന്ധിച്ച് അന്യരാണ്. പക്ഷെ ഈ അന്യഗ്രഹ ജീവി ആ പേടത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഹായ് പിന്നെ കുറെ പരിചയപ്പെട്ടു, നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ 2 പെണ്ണുങ്ങളെയൊക്കെ അവർ കല്യാണം കഴിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള 2 ചുള്ളത്തികളെയൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള 2 കല്യാണം. അപ്പൊ മനുഷ്യവർഗവും ഈ ഏലിയൻസുമായിട്ട് പിന്നെ ദേ ആർ നോ ലോങ്ങർ ഏലിയൻസ്. പിന്നെ ഏലിയൻസ് അല്ല, അളിയൻസ് ആണ്. അപ്പൊ ഏലിയൻസ് അല്ല, പിന്നെ അളിയൻസ്. ALIENS. പണ്ട് ഇവിടെ ഈ അമേരിക്കയിൽ വരാൻ വേണ്ടി ഒരുത്തം ഫോം പൂരിപ്പിച്ചപ്പോഴേക്ക് അളിയനാണോ എന്നൊരു ചോദ്യം ഉണ്ട്. എന്നാ എഴുതേണ്ടത് എന്നോട് ചോദിച്ചു. ഈ അമേരിക്കയിലോട്ട് വരാനുള്ള ടിക് ഫോം ഒക്കെ പൂരിപ്പിച്ചു, നിങ്ങളൊക്കെ പൂരിപ്പിച്ചു. അപ്പൊ ഏലിയൻ ഒരു ചോദ്യം. അപ്പൊ നാട്ടിൽ നിന്നൊരു പാസ്റ്റർ എന്നെ വിളിച്ചു ചോദിച്ചു, അളിയനാണോ എന്നൊരു ചോദ്യം. എന്നെന്താ എഴുതേണ്ടത് ഒരു ചോദ്യം. ഞാൻ ഞെട്ടിപ്പോയി, അളിയനാണോ എന്ന് ഒരു ചോദ്യമുണ്ടോ? പിന്നെ ഏലിയൻ എന്നുള്ള ഈ പുള്ളി അളിയനാ വായിച്ചേ. അപ്പൊ ദേ ആർ നോ ലോങ്ങർ ഏലിയൻസ്. പിന്നെ നമ്മൾ അളിയന്മാരായി മാറി. പിന്നെ ബന്ധുത്വത്തിലേക്കോ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ വചനം മാംസമായി തീർന്നു. ബെയ്ത്ലഹേമിൽ ആ ശിശു ജനിക്കുമോ, അതാണ് ശിശുവായി സ്വയമേവേ കാണപ്പെട്ടു. ക്രിസ്മസ് സമയത്ത് ആ സെദ്രകളൊക്കെ നമ്മൾ പലതും കേട്ടല്ലോ. ഈ അണ്ടർസ്റ്റാൻഡിങ്, പ്രിയപ്പെട്ടവരെ, ട്രിനിറ്റേറിയൻ തിയോളജി, ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും ശക്തമായും ഏറ്റവും വ്യക്തമായും അതിന്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ട ഈ ത്രിയേക ദൈവ ദർശനത്തെ സ്വാംശീകരിച്ചിട്ടുള്ള ഈ ത്രിയേക ദൈവശാസ്ത്രത്തിന്റെ പ്രതിഫലനം ഏറ്റവും മികച്ച രീതിയിലുള്ള
ഒരു ആരാധനാക്രമം ഉള്ളത് പരിശുദ്ധ സുറിയാനി സഭയ്ക്കാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ സഭകളെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ആദ്യകാലത്ത് 3 സ്ട്രീമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സഭകൾക്ക്. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, ഇതാണ് 3 ഇത്. യേശു കർത്താവിന്റെ കുരിശിന്റെ മുകളിൽ 3 ഭാഷയിലായിരുന്നു. ഒരു സെമിറ്റിക് ലാംഗ്വേജ്, ഒരു ഗ്രീക്ക് ലാംഗ്വേജ്, പിന്നെ ഒരു ലാറ്റിൻ ലാംഗ്വേജ്. ഈ 3 സ്ട്രീമിൽ തിയോളജിക്കൽ സ്ട്രീം ഉണ്ടായി. ഒരു ലാറ്റിൻ തിയോളജി ഉണ്ടായി, ഒരു ഗ്രീക്ക് തിയോളജി ഉണ്ടായി, ഒരു സുറിയാനി തിയോളജിയും വന്നു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഗ്രീക്കുകാരും ലാറ്റിൻകാരും രാജകീയ അധികാരമുള്ളവരും വലിയ പ്രാധാന്യമുള്ളവരും പ്രാമുഖ്യമുള്ളവരും പ്രാവീണ്യമുള്ളവരും വലിയ കരുത്തുള്ളവരും ഒക്കെ ആയിരുന്നു, വലിയ പ്രമുഖരായിരുന്നു. അപ്പൊ പ്രാമുഖ്യവും പ്രാവീണ്യവും പ്രാധാന്യവും എല്ലാമുള്ള വലിയ ആള്, രാജകീയ അധികാരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പണ്ഡിതന്മാരായിരുന്നു. നിങ്ങൾ നോക്കി, നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ. പക്ഷേ ഈ സുറിയാനി സഭയെ നിങ്ങൾ നോക്കിയാൽ അവിടെ കൂടുതൽ സാധാരണക്കാരായിരുന്നു. അതിനകത്തെല്ലാം സാധാരണക്കാര്, അവരുടെ ദൈവശാസ്ത്രജ്ഞന്മാരാണല്ലോ സാധാരണ. വളരെ ചുരുക്കമായിട്ടാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കിയാൽ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാർ ഏറെയില്ല എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നത്. അത്തരത്തിൽ അതേപോലെ അന്ത്യോക്യൻ സഭയിൽ നിന്നാണ് ഈ പൗലോസ്ലീഹ പുറപ്പെട്ടു പോകുന്നത്. അവിടുന്ന് ലേഖനം എഴുതുമ്പോൾ പുള്ളി പറയാണ്, അധികം വലിയ ആളുകളൊന്നും സുറിയാനി സഭയുടെ ഇത് അതുകൊണ്ടാണ് അവരുടെ തിയോളജി വലിയ ഈ തത്വചിന്താപരമായിട്ടുള്ളത്. അവരുടെ തിയോളജി എന്ന് പറഞ്ഞാൽ ലിറ്റർജിക്കൽ തിയോളജി. പറഞ്ഞാൽ കുറച്ച് പാട്ടും കുറച്ച് പ്രാർത്ഥനയും അപേക്ഷയെല്ലാം ചൊല്ലി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്താണ് ആ തിയോളജി കിടക്കുന്നത്. പക്ഷെ അതാണ് അതിന്റെ ബ്യൂട്ടി, ലിറ്റർജിക്കൽ തിയോളജി. അല്ലാതെ ഓരോന്നും നമ്പർ ഇട്ട് ഇങ്ങനെ വേറൊരു തിയോളജി എഴുതി വെച്ചിരിക്കുക, ചർച്ച് ഡോഗ്മാറ്റിക്സ്. പക്ഷെ ഈ ലിറ്റർജിക്കൽ തിയോളജിയുടെ ആ ബ്യൂട്ടി, അതിനകത്ത് ഈ ആശയത്തെ മുഴുവൻ സ്വാംശീകരിച്ചിരിക്കുക. ഇപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ത്രിയേക നടനത്തിൽ നമുക്ക് കിട്ടുന്ന പങ്കാളിത്തത്തിലൂടെ ആ ദൈവം പുത്രനായി മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന ആ ഇൻകാർണേഷന്റെ ആ സൗന്ദര്യം, ആ ഇൻകാർണേഷനിലൂടെ നമുക്കുണ്ടാകുന്ന രക്ഷ, നമ്മൾ ദൈവത്തിന്റെ ബന്ധുത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട അനുഭവം, ഇതെല്ലാം എന്ത് ചെയ്യുക അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കുറച്ച് സാധാരണ മുക്കുവന്മാരും കുശവനും കളിമൺ പാത്ര നിർമ്മാണക്കാരും ഒക്കെ ഇത് എഴുതി വെച്ചിട്ടുള്ളൂ. എല്ലാം സാധാരണക്കാരാണ്. ശിശുക്കൾക്ക് ഇത് വെളിപ്പെട്ടു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറക്കപ്പെട്ടെങ്കിലും ശിശുക്കൾക്ക് വെളിപ്പെട്ടു. നമ്മൾ അതിൽ ഉൾപ്പെട്ടത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സുറിയാനി സഭയുടെ ഒരു ഭാഗമാകാൻ, സുറിയാനി ദൈവശാസ്ത്രത്തിന്റെ ആരാധനാക്രമത്തിന്റെ ഒരു അനുവാചകരാകാൻ, അതിനെ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം. യു ആർ മോസ്റ്റ് ബ്ലസ്സഡ് പീപ്പിൾ. അംബാനിയുടെ കുടുംബത്തിൽ ജനിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ, പക്ഷെ അതിലും വലിയൊരു ഭാഗ്യമാണ് നിങ്ങളൊരു സുറിയാനിക്കാരനാകാൻ, ഈ പ്രാർത്ഥനകൾ കേൾക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം. ഇത് ഞാൻ ചുമ്മാ ഇരുന്ന ചങ്ങ് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക ഭാഷ പറയുന്ന പോലെ തള്ളുന്നൊന്നുമല്ല, ഇത് യഥാർത്ഥത്തിലുള്ളതാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ട്രിനിറ്റേറിയൻ ലൈഫിൽ വി ആർ ഇൻക്ലൂഡഡ്. ആ ത്രിയേക ദൈവത്തെ നമുക്ക് വർഷിപ്പ് ചെയ്യാം. കാരണം ആ ത്രിയേക ദൈവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളെ തന്നെയാണ്. ആ ത്രിയേക ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന മനുഷ്യവർഗത്തെ തന്നെയാണ്. കാരണം വി ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ലൈഫ്, ഇൻ ദാറ്റ് ഷെയർഡ് ലൈഫ്. ആ പങ്കുവയ്ക്കപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. ആ ആരാധനയുടെ സൗന്ദര്യം അതാണ്. നിങ്ങൾ വേറിട്ടല്ല ആരാധന. യു ആർ നോ ലോങ്ങർ ഏലിയൻസ്. നിങ്ങൾ ഇനി അന്യരല്ല, നിങ്ങൾ അതിൽ പങ്കുകാരാണ്. കാരണം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഉയർത്തുന്നത് ഈ വർഷിപ്പിൽ. സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി.
ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം.